യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും KSRTC ബസ്സിലൊരു യാത്ര അത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഉമ്മമാൻ്റെ ഫാമിലി എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞു യാത്രയാണെങ്കിലും സ്റ്റേറ്റ് വിട്ട് പോകുന്നതുകൊണ്ട് വലിയ യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കണ്ണൂർ നമ്മളെ വീട്ടിൽ നിന്ന് അധിക ദൂരമില്ല, മടികേരിക്കേക്ക് അല്ല വിരാജ്പേട്ട ആ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ കാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഞ്ഞുനാളിൽ എപ്പോഴുമാണ് KSRTCയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട്, കുറച്ചധികം പേരുണ്ട്. വഴിയിൽ എവിടെയോ നിർത്തി, എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, വഴിയിൽ എവിടെയോ നിർത്തി ഞങ്ങളൊരു ചായ കുടിച്ചു. ഇവിടെ സ്ഥിരമായിട്ട് പണ്ട് തൊട്ടേ നിർത്തുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ ഒരു കാലി ചായയും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ബ്രദറും അതുപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ വീണ്ടും ചായ കുടിയൊക്കെ കഴിഞ്ഞ് KSRTC ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. സംഭവം നമ്മൾ ട്രിപ്പൊന്നുമല്ല കേട്ടോ പോകുന്നത്. ഉമ്മാൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി ഉംറക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്താന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്താൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത്തയും ഹസ്ബൻഡ് ഉംറക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ കണ്ട് വിശേഷമൊക്കെ അറിഞ്ഞ് അങ്ങനെയൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് പ്ലാൻ ഇട്ടിട്ട് പോകാൻ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് മടികേരിക്കേക്ക്, പക്ഷേ ആ ബസ് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിരാജ്പേട്ട എത്തി. അവിടുന്ന് പിന്നെ KSRTC മാറിയിട്ട് വേറെ ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മടികേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ഇത്ത നല്ല നെയ്പ്പത്തിലും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു കടയുണ്ട്. പിന്നെ മോനുവിൻ്റെ കാര്യം പറയണ്ടല്ലോ, ലേസൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ ഫുള്ള് ഫ്ലാറ്റ്. അപ്പോൾ അവൻ അതിൻ്റെ പുറകെയാണ്. നമുക്ക് എന്തായാലും നല്ല മുട്ടസിർക്ക് കഴിക്കാം. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് ഈ മുട്ടസിർക്ക എന്ന് പറയുന്നത്. കറി എന്തായാലും കുഴപ്പമില്ല, മുട്ടസിർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വീടിൻ്റെ സൈഡിലുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി. ഫുള്ള് കാപ്പിത്തോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ല തണുപ്പും. പിന്നെ കൊടക് ആ സൈഡൊക്കെ എന്തായാലും നല്ല തണുപ്പാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ വൈകുന്നേരത്തെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ബസ്സിന് ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിന് തിരിച്ചു വരാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അതേ ബിരിയാണിയൊക്കെ ഏകദേശം ദമ്മിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുമ്പോഴേക്കും ബസ് വരും. നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് കാറിലാണ് കേട്ടോ വന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ കറങ്ങാനൊക്കെ ഗോൾഡൻ ടെമ്പിളൊക്കെ ഉണ്ടല്ലോ, ഓൾറെഡി പോയിട്ടുള്ളതാണ്. എന്നാലും കഴിഞ്ഞ തവണ വന്നപ്പോൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ബിരിയാണി, അത് കണ്ടാൽ തന്നെ അറിയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരത്തെ ബസ്സിന്, ലക്ഷ്മി എന്നാണ് കേട്ടോ ബസ്സിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ കൂടെ പണ്ടോട്ടേ ഓടുന്ന ഒരു ബസ്സാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ബസ്സിന് നമ്മളിതേ തിരിച്ചു വരികയാണ്. എന്തായാലും നല്ല അടിപൊളി യാത്രയായിരുന്നു. ഇതുപോലെ അടുത്ത വീഡിയോ കാണാം. ബൈ.